ഗുഡ് മോർണിംഗ്. ഇഗ്നോ ബി എസ് മോയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കാര്യമായിട്ട് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിന് കൃത്യമായ റൂൾസ് ചിലതുണ്ട്. അതിൽ കവിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ഡെമോ ആയിട്ട് ഒരു അസൈൻമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് നോർമലി അസൈൻമെൻറ്റും ക്വസ്റ്റ്യനും ഉൾപ്പെടെ അതിന് മുന്നേ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടതാണ് ഈ മുന്നിലുള്ള ഷീറ്റ്. ഇതാണ് ഒരു അസൈൻമെൻറ്റിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഒരു ഷീറ്റ്. ഈ ഷീറ്റ് ആണ് ഇവാലുവേഷൻ ഷീറ്റ്. ഈ ഷീറ്റ് ഒരു ഷീറ്റ് ഏറ്റവും മുന്നിൽ വെക്കുക. അതിനുശേഷം വെക്കുന്ന ഒരു പേജാണ് അസൈൻമെൻറ്റ് ടൈറ്റിൽ പേജ്. അസൈൻമെൻറ്റ് ടൈറ്റിൽ പേജാണ്. അതിനുശേഷം ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ആദ്യം എന്തൊക്കെയാണുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം വയ്ക്കുന്ന ഒരു പേജാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിനുശേഷം വെക്കേണ്ടത്. ഇത് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. BEGE 141 എന്ന് പറയുന്ന ഒരു അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുശേഷം നിങ്ങളുടെ ആൻസർ എഴുതി തുടങ്ങാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു അസൈൻമെൻറ്റിൻ്റെ ഫോർമാലിറ്റീസ്. അപ്പോൾ ആൻസർ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചതുകൊണ്ട് ആൻസർ എഴുതണം നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ എഴുതണം നിർബന്ധമില്ല. ജസ്റ്റ് ആൻസർ മാത്രം നമ്പർ ഇട്ട് എഴുതിയാൽ മതി. ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഒരു അസൈൻമെൻറ്റിൻ്റെ ഫോർമാലിറ്റീസ്. പിന്നെ ഈ അസൈൻമെൻറ്റ് ചെയ്യേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് പിൻ ചെയ്യുകയല്ല വേണ്ടത്. അസൈൻമെൻറ്റ് പഞ്ച് ചെയ്തിട്ട് ഈ ഹോളിലൂടെ നൂലിട്ട് കെട്ടണം. അങ്ങനെ നൂലിട്ട് കെട്ടിയ ശേഷം ഇതിൻ്റെ ത്രെഡിൽ ഇതുണ്ടോ നല്ല ഷാർപ്പ് ലെൻഡാണ്. അപ്പോൾ അങ്ങനെ ഷാർപ്പ് ലെൻഡ് കട്ട് ചെയ്ത് കളയണം. ഈ വാലുവേറ്റേഴ്സിൻ്റെയൊക്കെ കയ്യിൽ തട്ടുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയിലാണ് അങ്ങനെ ഷാർപ്പ് ലെൻഡ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ സ്റ്റാപ്പർ പിന്നൊന്നും ആരും അടിക്കാൻ പാടില്ല. ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് കെട്ടി വെക്കണം. ഓക്കെ. ഇനി ഇവിടേക്ക് എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇവാലുവേഷൻ ഷീറ്റിലാണ്. ഇവാലുവേഷൻ ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതാനുള്ളതെന്നാണ്. ഏറ്റവും മുകളിലുള്ള ഒരു നമ്പർ സീരിയൽ നമ്പറാണ്. സീരിയൽ നമ്പർ നമ്മൾ അവസാനം എഴുതേണ്ട കാര്യമാണ്. അതായത് നമ്മളിവിടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ നിന്നൊരു നമ്പർ കിട്ടും. എഴുതി കഴിയുമ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ ഏറ്റവും അവസാനം എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നീടുള്ള കാര്യമാണ് എൻറോൾമെൻറ്റ് നമ്പർ. എൻറോൾമെൻറ്റ് നമ്പർ വളരെ കൃത്യമായി നിങ്ങളുടെ ID കാർഡിലുണ്ടാവും. അപ്പോൾ ID കാർഡാണ്. അപ്പോൾ ഒരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ നമ്പർ ചിലർക്ക് ഇപ്പോഴും ആവശ്യമുണ്ടാവും. അപ്പോൾ കൺട്രോൾ നമ്പറിൻ്റെ അവസാനം ഒരു S എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഇനി നിങ്ങൾക്ക് ആ കൺട്രോൾ നമ്പറിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് വരെയുള്ള ഒരു താൽക്കാലിക നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് കൺട്രോൾ നമ്പർ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ എൻറോൾമെൻറ്റ് നമ്പർ മാത്രം മതി. അപ്പോൾ എൻറോൾ നമ്പർ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻറോൾ നമ്പർ എടുക്കുക. പിന്നെ ഉള്ളതാണ് പ്രോഗ്രാം കോഡ്. ഈ കോഡ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രാമിൻ്റെ നെയിം ഒന്നും ആരും എഴുതി വെക്കരുത്. പ്രോഗ്രാമിൻ്റെ കോഡ് മാത്രം എഴുതി വെക്കുക. പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ MA ഇംഗ്ലീഷിനാണെങ്കിൽ MEG എന്നായിരിക്കും. അപ്പോൾ BA ഇംഗ്ലീഷ് ഹോണേഴ്സിൻ്റെ കോഡാണ് BAEGH. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇതിൻ്റെ പ്രോഗ്രാം കോഡ് BAEGH എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് മാത്രം എഴുതി വെക്കുക. പ്രോഗ്രാമിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ നെയിം ഒന്നും എഴുതി വെക്കരുത്. പ്രോഗ്രാമിൻ്റെ കോഡ് മാത്രം എഴുതി വെക്കുക. പിന്നീടുള്ളതാണ് നിങ്ങളുടെ പേര് സ്റ്റുഡൻറ്റിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുക. പിന്നീടുള്ളതാണ് കോഴ്സ് കോഡ്. ഇവിടെയും വരുന്ന ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ പേര് എഴുതി വെക്കാറുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കോഴ്സിൻ്റെ കോഡ് മാത്രം എഴുതി വെക്കുക. ഏത് കോഴ്സിനും ഇഗ്നോയിൽ നിങ്ങൾ എടുക്കുന്ന ഏകദേശം ഒരു സ്റ്റുഡൻറ്റിന് ഒരു വർഷത്തിൽ 8 അല്ലെങ്കിൽ 4 സബ്ജക്റ്റൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ കോഴ്സിനനുസരിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാവും മതിയിരിക്കുക. അപ്പോൾ അതിലുള്ള ഓരോ വിഷയങ്ങൾക്കും ഓരോ കോഴ്സ് എന്നാണ് ഇഗ്നോയിൽ രേഖപ്പെടുന്നത്. അപ്പോൾ ഈ കോഴ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ കോഴ്സിനും ഓരോ കോഡുകളുണ്ട്. അപ്പോൾ ആ കോഡ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഗ്രാം നെയിമല്ല എഴുതേണ്ടത്, പ്രോഗ്രാം കോഡ് എഴുതി വെക്കുക. പിന്നെ ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റഡി സെൻറ്റർ കോഡ്. സ്റ്റഡി സെൻറ്റർ കോഡ് 1409 PSMO കോളേജ്. അതായത് സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡും അതിൻ്റെ പേരും രേഖപ്പെടുത്തുക. ഇത് ബേസിക്കലി പ്രിൻറ്റഡ് ആണ്, അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇവാലുവേഷൻ ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, അതുപോലെ പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ്, ഈ കാര്യങ്ങളെല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ പ്രോഗ്രാം കോഡും കോഴ്സ് കോഡും തമ്മിൽ. അപ്പോൾ നമ്മുടെ കൈയക്ഷരം അത്ര വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം മനസ്സിലാവാത്ത രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാനും അത് സോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്തുതന്നെ ചെയ്യുക, ഈ കാര്യങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ വളരെ നല്ല വൃത്തിയിലായിട്ട് എഴുതി വെക്കുക. കാരണം നിങ്ങളുടെ ഇവാലുവേഷൻ ഷീറ്റും അടിയിൽ വായിക്കാൻ പോകുന്ന ടൈറ്റിൽ പേജും ഒക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളുടെ അസൈൻമെൻറ്റ് വാല്യുവേഷൻ തന്നെ കൊടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ടൈറ്റിൽ പേജാണ്.
ടൈറ്റിൽ പേജ് ഇതേ രീതിയിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടൈറ്റിൽ പേജിലുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഈ കാര്യങ്ങൾ നോക്കുക. ഒന്ന് സീരിയൽ നമ്പർ, അത് നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ പേര്, പ്രോഗ്രാം കോഡ്, അതുപോലെ കോഴ്സ് കോഡ്. പിന്നെ അടിയിലുണ്ട് സ്റ്റഡി സെൻറ്റർ കോഡ്. സ്റ്റഡി സെൻറ്റർ നമ്മൾ ഓൾറെഡി 1409 പ്രിൻറ്റഡ് ആണ്. ഈ സാധനങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാൻ നമുക്ക് പറയാം. പിന്നെ ഇവിടെയുള്ള QR കോഡാണ്. QR കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ അസൈൻമെൻറ്റ് വെക്കാമെന്നുള്ള എൻ്റെ ഒരു വീഡിയോസിനെ പറ്റിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ അസൈൻമെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഒരു പേജ് ഉണ്ടാവും, ചിലപ്പോൾ 2-3 പേജുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് മുന്നിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പേജ് കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ പേജുകളൊന്നും വെക്കേണ്ടതില്ല. ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന ആ പേജ് മാത്രം മുതൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് വെക്കുക. പിന്നെ അതിന് ആൻസർ ചെയ്യുക. ആൻസർ നിങ്ങളുടെ എഴുതുന്ന പലർക്കും പല രീതിയിലാണ്, പല മോഡലും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ജസ്റ്റ് ആ ഉത്തരം മാത്രം എഴുതി വെക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ എഴുതുന്നത് അതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മാർക്കിന് അതനുസരിച്ചിട്ടായിരിക്കുക. അപ്പോൾ ഈ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഏകദേശം സ്റ്റുഡൻസ് കുറേ അത്യാവശ്യം പേജുകൾ എഴുതാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്, നിങ്ങളുടെ കൈയക്ഷരവും നിങ്ങളുടെ രീതിക്കൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പഞ്ച് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്തും ഇത് വളരെ കൃത്യമായിട്ട് വായിക്കാൻ കഴിയണം. അപ്പോൾ പഞ്ച് ചെയ്തിട്ട് അല്പം ഒരു മാർജിൻ വരച്ചിട്ട് ആ ഒരു ഇതിന് ശേഷം എഴുതി തുടങ്ങാം. അത് അപ്പോൾ കുറച്ചും കൂടി നമുക്കത് എന്ത് ചെയ്യാം, റീഡബിൾ ആവും. അല്ലാതെ ഈ തലക്കൽ, അതായത് ഈ പോയിൻ്റ് നമ്മൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മറിക്കുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പേപ്പേഴ്സ്, അതായത് ഇവാലുവേഷൻ ഷീറ്റും അതുപോലെ ടൈറ്റിൽ പേജും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇവാലുവേഷൻ ഷീറ്റും ടൈറ്റിൽ പേജും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമുക്ക് ഇഗ്നോ PSMOയുടെ ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടെലിഗ്രാം ചാനൽ ഇത് അവൈലബിൾ ആണ്. ഇഗ്നോ 1409 സ്മോൾ ലെറ്ററിൽ @IGNO 1409 എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2 രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതുവഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ സൈറ്റിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ഒരു ബേസ് ഇയറിൽ ഒരു മുന്നത്തെ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും ചെയ്യാം. അപ്പം അതിൽ വരുന്ന മറ്റൊരു ഡൗട്ടാണ്, പുതിയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ പുതിയ വർഷത്തെ തന്നെ മാത്രം എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യാം, വെച്ചിട്ട് അതിന് ആൻസറും ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എക്സാം ഈ പുതിയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിട്ടായിരിക്കും കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നതാണ് വളരെ നല്ലത്. ഇനി നമുക്ക് ഇവാലുവേഷൻ കഴിഞ്ഞ ഒരു അസൈൻമെൻറ്റ് നോക്കാം. ഇതാണ് ഇവാലുവേഷൻ കഴിഞ്ഞ ഒരു അസൈൻമെൻറ്റ്. ഇതിലും അതുപോലെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കണ്ടൻറ്റിൻ്റെ അനാലിസിസ് ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇതിൽ കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഒരു സൈഡ് മാത്രം എഴുതുക എന്നുള്ളതാണ്. അസൈൻമെൻറ്റിൻ്റെ ഒരു സൈഡ് മാത്രം എഴുതുക. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാപ്ലർ പിൻ അടിക്കരുത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അസൈൻമെൻറ്റ് ജൂലൈ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് എന്നാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ച് മാസം മുതലാണ്. മാർച്ച് 5 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എല്ലാ ദിവസവും ഓഫീസ് തുറക്കണമെന്നില്ല. അതുകൊണ്ട് സൺഡേകൾ ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമാണ് ഓഫീസ് തുറക്കുക. അപ്പോൾ സൺഡേസിൽ മാത്രം മാർച്ച് 5 മുതൽ ഏപ്രിൽ 30 വരെയുള്ള സൺഡേകളിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ സൺഡേസിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ ഗ്രൂപ്പിലോ മറ്റോ ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലും ദിവസം ഓഫീസ് തുറക്കുകയാണെങ്കിൽ അന്ന് വന്ന് സബ്മിറ്റ് ചെയ്യാം. പിന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഒരു ഇയറിൽ ഏകദേശം 8 ഡിഗ്രി വിഷയങ്ങൾക്ക് 8 വിഷയമൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എത്ര കോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾ ഒരുമിച്ച് മാത്രം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇയറിൽ 8 പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ 6 പേപ്പർ മാത്രം അസൈൻമെൻറ്റ് ഇപ്പോൾ വെച്ചിട്ട് ബാക്കി 2 പിന്നെ വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അസൈൻമെൻറ്റിൽ എല്ലാം കൂടെ ഒരുമിച്ച് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അസൈൻമെൻറ്റിനെ കുറിച്ച് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഈ സോൾവ്ഡൊക്കെ ആയിട്ട് നമുക്ക് മാർക്കറ്റിലും ഇതിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബെറ്റർ നിങ്ങളുടെ ഇഗ്നോയുടെ റിസോഴ്സസ് ബുക്ക് കിട്ടാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നറിയാം. ഓൺലൈൻ മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ വിഷയങ്ങളുടെയും ഏകദേശം ഓൺലൈൻ മെറ്റീരിയൽസ് ഇഗ്നോ ആപ്പുകളിലും ഇഗ്നോയുടെ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പം ആ ബുക്സൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനും അത് ഈ നോക്കി എഴുതാന്നുള്ള രീതിയിൽ ഉപരി ഡിഗ്രിയാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അസൈൻമെൻറ്റ് എഴുതുക. അപ്പോൾ അസൈൻമെൻറ്റിൽ എഴുതുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് കൂടി നമ്മൾ അതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ അത് രേഖപ്പെടുത്തുക. ഇൻ്റർനെറ്റിലുള്ള ബാക്കിയുള്ള എല്ലാ റിസോഴ്സുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും വിരോധമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് മറ്റ് അസൈൻമെൻറ്റ് എങ്ങനെ വെക്കണം, പേന ഏതൊക്കെ യൂസ് ചെയ്യണം, അതൊക്കെ നമുക്ക് വരുന്ന സംശയങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അതിനൊന്നും വിരോധമില്ല. ഈ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഈ കുറച്ച് കാര്യങ്ങൾ യാതൊരു ചേഞ്ചും നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ എൻറോൾ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മുൻവശം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനൊന്നും വിരോധമില്ല. ഓക്കെ, വീഡിയോ വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഒന്നുകൂടി കണ്ടാൽ മതി. കമൻറ്റിൽ ചോദിച്ചാൽ സമയമുണ്ടെങ്കിൽ നമുക്കത് മറുപടി നൽകുന്നതാണ്. ഓക്കെ, ഏകദേശം അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ അസൈൻമെൻറ്റിനുണ്ട്. അത് അവരുടെ ഓരോരുത്തരുടെയും കയ്യേശം ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. എങ്കിലും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അസൈൻമെൻറ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.